ഇന്ന് നമ്മൾ നിൽക്കുന്ന കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ്. പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലം 2500+ ഏരിയയിൽ നമ്മൾ റീസെൻ്റ്ലി പൂർത്തീകരിച്ച ഒരു പ്രോജക്റ്റാണ്. ഡിസൈൻ ഉൾപ്പെടെ പ്ലാനിങ്, ആർക്കിടെക്ചറൽ ഏരിയയും കൺസ്ട്രക്ഷനും എല്ലാം പൂർത്തീകരിച്ചു പോയ ഒരു പ്രോജക്റ്റാണ്. ഒരു ടിപ്പിക്കൽ പാറ്റേണിൽ നിന്ന് ഓരോ പ്രോജക്റ്റും നമ്മൾ ഡിഫറൻ്റായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഇത്. അപ്പം ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. വീടിൻ്റെ എലിവേഷനോടൊപ്പം തന്നെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഡിസൈനും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 30 സെൻറ്റോളമുള്ളൊരു പ്ലോട്ടാണിത്. ഇതിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ ഒരു ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാനുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി നമ്മളത് കോൺക്രീറ്റ് ചെയ്ത്, നമ്മളിത് മുൻപ് കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ വീഡിയോ പോയിട്ടുള്ളതാണ്. അപ്പോൾ പാർഷ്യലി മാത്രമേ നമ്മൾ ഇതിൻ്റെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു ലെഫ്റ്റ് റൈറ്റ് പോർഷൻ, ഒരു കോമൺ ഏരിയ മാത്രം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിട്ട് ഒരു സെൻട്രി വരുന്നത് ഇൻസൈഡിൽ നമുക്ക് കാണാൻ പറ്റും. സെൻട്രി വരുന്ന ഒരു പോർഷൻ നമ്മൾ കോൺക്രീറ്റ് ഒഴിവാക്കി ഡബിൾ ഹൈറ്റിൽ റൂഫിങ്ങും സീലിങ്ങോടും ഒക്കെ കൊടുത്താണ് അതിൻ്റെ പാറ്റേൺ പോയിട്ടുള്ളത്. പിന്നെ കളർ പാറ്റേൺസ് വന്നു കഴിഞ്ഞാൽ ഒരു പേസ്റ്റൽ കളറിലാണ് കളർ കൊണ്ടുപോയിട്ടുള്ളത്. ഒരു സ്മൂത്ത്, ഒത്തിരി ഡാർക്ക് ഷെയ്ഡ് കയറാതെയാണ്. പിന്നെ റൂഫിങ് വന്നിരിക്കുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള സെറാമിക് ടൈലാണ് റൂഫിങ്ങിന് കൊടുത്തിട്ടുള്ളത്, മൊണയർ ബ്രാൻഡ്. പിന്നെ സ്റ്റോൺ ക്ലാഡിങ് ഇതെല്ലാം അതിൻ്റെ കൂടെ മിക്സപ്പ് ആയിട്ട് വരുന്നുണ്ട്. ടെക്സ്ചർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് വീടുമായിട്ട് അറ്റാച്ച് ചെയ്ത് തന്നെ നമ്മുടെ മിക്ക പ്രോജക്റ്റിലുമുള്ള കലാത്തിയ ലൂട്ടിയ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബോർഡർ ഏരിയയിലെല്ലാം ഗോൾഡൻ ബാമ്പും ഫ്രണ്ട് ഏരിയയിലേക്ക് പെൻസിൽ ബാമ്പും കൊടുത്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് ടിപ്പിക്കലി വരാതെ നമ്മൾ ഒത്തിരി ആർട്ടിഫിഷ്യൽ ഗ്ലാസ് എല്ലാ ആംഗിളിലും ഒരു ചെക്ക് ഡിസൈൻ ടിപ്പിക്കലി കൊടുക്കുന്നത് പോലെ വരാതെ ബാംഗ്ലൂർ സ്റ്റോൺ മാത്രം ഇട്ട് ഇടയ്ക്ക് ഒരു കോബിൾ സ്റ്റോണിൻ്റെ സ്ട്രിപ്പിങ് കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അതുപോലെ ഈ കയറി വരുന്ന ഈ ഏരിയ വരുമ്പോഴും വാഹനങ്ങൾ ഇങ്ങനെ കറങ്ങി വരാനുള്ള ഒരു പാറ്റേൺ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും ഈ പറയുന്ന പോലെ കോബിൾ സ്റ്റോൺ പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. റോഡ് കയറി വരുന്നതിന് ഒരു വെൽമൗത്ത് പോലെ കൊടുത്ത് ഈ ഒരു പോർഷനിൽ സ്റ്റോൺ ക്ലാഡിങ് കൊടുത്ത് അതിനെ ഒരു റസ്റ്റിക് തീമിൽ തന്നെ നിർത്തിയിരിക്കുന്നു. ഇപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഈ കൊങ്ങിണി വെറൈറ്റിയിലുള്ള ഒരു ക്രീപ്പർ ടൈപ്പ് ക്ലൈംബ് ചെയ്ത് പോകുന്ന ഒരു പ്ലാന്റ് ആണ്. വള്ളിച്ചെടി പോലെ വരുന്നതാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അവിടെ പെബിൾസ്, ഈ പോണ്ടിച്ചേരി പെബിൾസ് ഇട്ടിട്ട് അതിലേക്ക് പടർത്തിയിട്ടിരിക്കുക ഈ ഫ്ലവേഴ്സ്. പിന്നെ ഇവിടെ ഒരു ചെമ്പകം കൊടുത്ത് നിർത്തിയിരിക്കുന്നു. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ പാർട്ടായിട്ട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഏരിയയിൽ ഇവിടെ നമ്മൾ ഫ്ലോറിങ് കൊടുക്കാതെ പെബിൾസ് ഇട്ട് നിർത്തി അവിടെ ടെർമിനാലിയ എന്ന് പറയുന്ന പ്ലാന്റാണ് കൊടുത്തിരിക്കുന്നത്. അത് മുകളിലേക്ക് കയറി പോകാനായിട്ട് നമ്മളൊരു കട്ടൗട്ടും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ പോർഷൻസ് ഹോം ഡെക്കോർ ചെയ്തിട്ട് വേണം ഇൻറ്റീരിയറിൻ്റെ പോർഷനിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഡീറ്റെയിൽ ഇൻറ്റീരിയർ വീഡിയോ വരും ദിവസങ്ങളിലും ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച്.